Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 5th സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി സബ്ജക്റ്റ് ആണ്. ബികോം 5th സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ഡിസ്കഷൻ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഈ ഒരു വീഡിയോയില് പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. സോ 5th കഴിഞ്ഞാൽ ഉടനെ തന്നെ 6th ക്ലാസ്സസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യത്തിലോട്ടാണ് പോകുന്നത്. നമ്പർ 1, സെൻസസ് ആൻഡ് സാമ്പിൾ സർവേ. പലപ്പോഴും വരാറുള്ളതാണ്. ഇതിന് രണ്ടെണ്ണത്തിനെ പറ്റിയിട്ടുള്ള ചോദ്യം. എന്താണ് സെൻസസ് ആൻഡ് സാമ്പിൾ സർവേ? ഇതിന്റെ ഡിഫറൻസ്, കൺസെപ്റ്റ് നിർബന്ധമായും പഠിക്കണം കേട്ടോ. ഇനി എല്ലാ പേപ്പറിലും നമുക്ക് റിസർച്ചിന്റെ ബേസിക്സ് ചോദിക്കാറുണ്ട്. എന്താണ് റിസർച്ച് എന്നുള്ളത് നോക്കുക. അതിൻ്റെ നീഡ് ഫോർ കണ്ടക്ടിങ് എ റിസർച്ച്, നീഡ് ഫോർ കണ്ടക്ടിങ് എ റിസർച്ച്. അതുപോലെ തന്നെ റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്, ബേസിക്സിൽ ഏതെങ്കിലും ഒരെണ്ണം വരും ഇതിൽ നിന്ന്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ എയിംസ്, ഫീച്ചേഴ്സ് ഒക്കെ ഇല്ലേ, എയിംസ്, ഫീച്ചേഴ്സ്, ഇതൊക്കെ നോക്കാം കേട്ടോ. അതിൽ ഏതെങ്കിലും ഒരെണ്ണം, ചിലപ്പോൾ 2 വരെ വരാറുണ്ട്. ലിമിറ്റേഷൻസ്. ഓക്കെ, സോ ഇതിലേതെങ്കിലും 1-2 വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ നിർബന്ധമായും പഠിക്കണം റിസർച്ചിൻ്റെ ഈ പറയുന്ന ഏരിയാസ്. റിസർച്ച്, അതിൻ്റെ നീഡ്, ഒബ്ജക്റ്റീവ്സ്, എയിംസ്, ഫീച്ചേഴ്സ്, ലിമിറ്റേഷൻസ്. ഓക്കെ, സോ ഇതാണ് നെക്സ്റ്റ് പറയാനുള്ള. ഇനി എല്ലാ പ്രാവശ്യവും വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് റിസർച്ചിലെ ഏതെങ്കിലും 1-2 അല്ലെങ്കിൽ ഡിഫറൻസ് ആയിട്ടായിരിക്കും ചോദിക്കുക. റിസർച്ചിൻ്റെ ക്ലാസിഫിക്കേഷനിലെ ഏതെങ്കിലും ഒരെണ്ണം, ക്ലാസിഫിക്കേഷനിലെ അതിലേതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് 2 മാർക്കിൻ്റെയിലേക്കും ചോദിക്കാറുണ്ട്, 5 മാർക്കിൻ്റെയിലും ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ അപ്ലൈഡ് റിസർച്ച്, പ്യുവർ റിസർച്ച്, അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കാം ചോദിക്കുക. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് റിസർച്ച്, ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. എക്സ്പ്ലോറട്ടറി, കോസൽ, എക്സ്പ്ലോറട്ടറി, അതുപോലെ തന്നെ കോസൽ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് റിസർച്ചിലെ ഏതെങ്കിലും 1-2 എടുത്തിട്ട് അതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ചില സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും വരാറുണ്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് റിസർച്ച് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു SCക്ക് സ്കോപ്പുള്ള ടോപ്പിക്കാണ്. ബട്ട് കൂടുതൽ കണ്ടുവരുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് 2 മാർക്സിൻ്റെയിലേക്കും, 2 എടുത്തിട്ട് അതിൻ്റെ ഡിഫറൻസ് 5 മാർക്കിൻ്റെയിലേക്കുമാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഈ ഒരു ടോപ്പിക്കിലോട്ട് ഫോക്കസ് കൊടുക്കണം. നെക്സ്റ്റ്, റിസർച്ച് റിപ്പോർട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം 5 മാർക്കിൻ്റെ ഒരെണ്ണം വരാറുണ്ട്. നിർബന്ധമായും ഫോക്കസ് ചെയ്യേണ്ട ഏരിയ നീഡ് ഫോർ റിസർച്ച് റിപ്പോർട്ട്, റിസർച്ച് റിപ്പോർട്ട്. ഓക്കെ, നീഡ് ഫോർ റിസർച്ച് റിപ്പോർട്ട്. ഓക്കെ, റിസർച്ച് റിപ്പോർട്ടിനെ പറ്റിയിട്ടുള്ള ചോദ്യം റിപ്പീറ്റ് ആണ് കേട്ടോ. ഇനി റിസർച്ച് ഡിസൈനെ പറ്റിയിട്ടുള്ളതും ചോദിക്കാറുണ്ട്. എന്താണ് റിസർച്ച് ഡിസൈൻ? അതിൻ്റെ ടൈപ്സിലെ
ചോദ്യം വരാറുണ്ട്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ നോക്കണം. ടൈപ്സ് അതിലേതെങ്കിലും ഒരെണ്ണം വരാം. ഇനി ഹൈപ്പോത്തസിസ് 2 മാർക്കിൻ്റെയിലേക്കും 5 മാർക്കിൻ്റെയിലേക്കും വരുന്നൊരു ചോദ്യമാണ്. അതിൽ എന്താണ് ഹൈപ്പോത്തസിസ്, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ഹൈപ്പോത്തസിസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ഹൈപ്പോത്തസിസ്. ഓക്കെ. ഇനി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഇൻ ഡാറ്റ അനാലിസിസ്. നമുക്ക് ഡാറ്റ അനാലിസിസിൻ്റെ ഏരിയയിൽ 2 മാർക്കിനും വരാറുണ്ട്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണ്, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്താണെന്നൊക്കെ. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഇൻ ഡാറ്റ അനാലിസിസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നോക്കണം കേട്ടോ. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇനി നെക്സ്റ്റ് നേരത്തെ പറഞ്ഞ റിസർച്ച് റിപ്പോർട്ട് നോക്കണം എന്ന് പറഞ്ഞതിൽ തന്നെ എസെൻഷ്യൽസ് ഓഫ് ഗുഡ് റിസർച്ച് റിപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കാം. എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് റിസർച്ച് റിപ്പോർട്ട്. ഓക്കെ, നിർബന്ധമായും ഫോക്കസ് ചെയ്യേണ്ടതാണ്. റിസർച്ച് റിപ്പോർട്ടിൽ നിന്ന് ലാസ്റ്റ് മൊഡ്യൂളാണ്. എസ്സേ 5 മാർക്ക്, 2 മാർക്സ്, 3 പാർട്ടിലും ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ചാപ്റ്ററാണ് കേട്ടോ. ഇനി വാലിഡിറ്റി 2 മാർക്സിലും 5 മാർക്കിലും വരുന്നൊരു ഏരിയ ആണ്. വാലിഡിറ്റി എന്താണ് റിസർച്ചിൽ? വാലിഡിറ്റി ഓഫ് റിസർച്ച് ഇൻസ്ട്രുമെന്റ്. വാലിഡിറ്റി എന്താണ്? കൺകറന്റ് വാലിഡിറ്റി, അതൊക്കെ നമുക്ക് 2 മാർക്കിൻ്റെയും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ലിറ്ററേച്ചർ റിവ്യൂ 2 and 5 മാർക്സ് 2 പാർട്ടിലും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നീഡ് ഫോർ ലിറ്ററേച്ചർ റിവ്യൂ നിർബന്ധമായും പഠിക്കണം. ദെൻ നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യത്തിൽ റിപ്പീറ്റ് ആയിട്ട് വന്നുള്ള ഒന്നാണ് ക്വസ്റ്റ്നെയറും ഷെഡ്യൂളും തമ്മിലുള്ള ഡിഫറൻസ്. ക്വസ്റ്റ്നെയർ വേഴ്സസ് ഷെഡ്യൂൾ നിർബന്ധമായും നോക്കേണ്ട ഒന്ന്. ഡിഫറൻസ് ബിറ്റ്വീനിൽ റിപ്പീറ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് സാമ്പിളിങ്ങിലെ പ്രോബിലിറ്റി ആൻഡ് നോൺ പ്രോബിലിറ്റി, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റിയിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ സാമ്പിളിങ് എന്താണ് നോക്കണം. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. നമുക്കറിയാം എന്തൊക്കെയാ പ്രോബിലിറ്റി, നോൺ പ്രോബിലിറ്റി, സാമ്പിളിംഗ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഈ പറയുന്നതിൻ്റെ ഉള്ളിലത്തെ ഏതെങ്കിലും എടുത്തിട്ടായിരിക്കും ചോദിക്കുക. പ്രോബിലിറ്റിയിൽ ഇപ്പോൾ റാൻഡം ഉണ്ട് അല്ലേ, പല സിസ്റ്റമാറ്റിക്, ക്ലസ്റ്റർ, പ്രോബബിലിറ്റി, സാമ്പിളിംഗ് ഉണ്ട്, നോൺ പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്രോബിലിറ്റി, സാമ്പിളിംഗ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ചോദിക്കാം. ഓക്കെ, സാമ്പിളിങ്ങിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ആവാം ചിലപ്പോൾ ചോദിക്കുക, ഇതിൻ്റെ ഉള്ളിലുള്ളത്. അതല്ലെങ്കിൽ കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞു പ്രോബിലിറ്റി, നോൺ പ്രോബിലിറ്റി അതെടുത്തിട്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിലും വരാറുണ്ട്. സ്നോബോള്, ക്ലസ്റ്റർ, സിസ്റ്റമാറ്റിക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നതാണ് മെഷർമെന്റ് ഓഫ് സ്കെയിൽ. എന്താണ് അതിൻ്റെ ടൈപ്സ് നിർബന്ധമായും നോക്കാം കേട്ടോ. 2 മാർക്കിലേക്കും പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ്. മെഷർമെന്റ് ഓഫ് സ്കെയിൽ എന്താണ്, അതിൻ്റെ ടൈപ്സ് നിർബന്ധമായും ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ. ഇനി നെക്സ്റ്റ് 2 മാർക്സിലും അതുപോലെ തന്നെ 5 മാർക്സിലും വരാറുള്ളതാണ് ഡിഡക്ഷൻ എന്താണ്, ഇൻഡക്ഷൻ എന്താണ്. അതാണ് നെക്സ്റ്റ്, ഡിഡക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ. മെത്തേഡ് ഓഫ് formation of a theory, deduction and induction. Okay, ഇനി 2 മാർക്സിൻ്റെയിലേക്കും 5 മാർക്സിൻ്റെയിലേക്കും കണ്ടുവരുന്ന മറ്റൊരു ചോദ്യത്തിലോട്ടാണ് കിടക്കുന്നത്.
സാമ്പിളിങ് എറേഴ്സ് എന്താണ്, നോൺ സാമ്പിളിങ് എറേഴ്സ് എന്താണ്, അത് 2 മാർക്കിൻ്റെ കൂടുതൽ കാണാറുണ്ട്. സാമ്പിളിങ് എറേഴ്സ് എന്താണ്, അതുപോലെ തന്നെ നോൺ സാമ്പിളിങ് എറേഴ്സ് എന്താണ് നോക്കണം. 2 and 5 ബോത്ത് എക്സ്പെക്ട് ചെയ്യാം. ഇനി വാരിയബിൾസ് എന്താണ്, 2 മാർക്കിൻ്റെയിലും വരാറുള്ളതാണ്. അതിൻ്റെ ടൈപ്സ്, ഡിപ്പെൻഡൻറ്റ്, ഇൻഡിപെൻഡൻറ്റ്, മോഡറേറ്റ് എല്ലാം ഒരുപാടുണ്ട്. വാരിയബിൾസ്, എക്സ്ട്രേനിയസ് വാരിയബിൾ, അപ്പോൾ വാരിയബിൾ അതിൻ്റെ ടൈപ്സ്. ഇനി ടാബുലേഷൻ എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ടാബുലേഷൻ എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇതും എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ 5 മാർക്കിൻ്റെ ഈ ഒരു സബ്ജക്റ്റിൽ പ്രതീക്ഷിക്കുന്ന ടോപ്പിക്കുകളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തായാലും കിട്ടും. നമുക്ക് 8 അല്ലേ വരുന്നത്. അപ്പോൾ ആദ്യം സെൻസസ് ആൻഡ് സാമ്പിൾ സർവേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യത്തിൽ വരണം. റിസർച്ചിൻ്റെ ബേസിക്സിലെ ഏതെങ്കിലും 1 or 2 വരെ വരാം. റിസർച്ച് എന്താണ്, നീഡ് ഫോർ കണ്ടക്ടിങ് റിസർച്ച്, ഒബ്ജക്റ്റീവ്സ്, എയിംസ്, ഫീച്ചേഴ്സ് ആൻഡ് ലിമിറ്റേഷൻസ്, ഇതിൽ നിന്ന് എന്തായാലും പ്രതീക്ഷിക്കുന്ന ഒരെണ്ണം. പിന്നെ ക്ലാസിഫിക്കേഷനിൽ ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൻ്റെ വരാം. അത് അപ്ലൈഡ്, പ്യുവർ, ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, എക്സ്പ്ലോററി, കോസൽ, എന്ത് വേണമെങ്കിൽ ആവാം. നീഡ് ഫോർ റിസർച്ച് റിപ്പോർട്ട്, പിന്നെ റിസർച്ച് ഡിസൈൻ എന്താണ്, അതിൻ്റെ ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം. ദെൻ നെക്സ്റ്റ് ഹൈപ്പോത്തസിസ് എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ഹൈപ്പോത്തസിസ്, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഇൻ ഡാറ്റ അനാലിസിസ്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണ്, എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് റിസർച്ച് റിപ്പോർട്ട്, 5th മൊഡ്യൂളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. വാലിഡിറ്റി എന്താണ് ഓഫ് റിസർച്ച് ഇൻസ്ട്രുമെൻറ്റ്, പിന്നെ ലിറ്ററേച്ചർ റിവ്യൂ, പിന്നെ ക്വസ്റ്റനെയറും ഷെഡ്യൂളും തമ്മിലുള്ള ഡിഫറൻസ്, സാമ്പിളിങ് ആൻഡ് നോൺ സാമ്പിളിങ്, അല്ല സാമ്പിളിങ് എന്താണ്, അതിൻ്റെ ടൈപ്സ്, പ്രോബിലിറ്റി, നോൺ പ്രോബിലിറ്റി മെത്തേഡ്സ്, മെഷർമെൻറ്റ് ഓഫ് സ്കെയിൽ, ഡിഡക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ, സാമ്പിളിങ് എറേഴ്സ്, നോൺ സാമ്പിളിങ് എറേഴ്സ്, വാരിയബിൾ, ടാബുലേഷൻ. ഓക്കെ, ഇതാണ് നമ്മൾ 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ് കേട്ടോ. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇതാണ്, ദെൻ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നു ഇത്, ആൻഡ് ഫൈനലി ഇത്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.